കർത്താവിന്റെ നാമത്തിനായി എഴുതി തിരുവാനുള്ള ഒരു സമർപ്പണം. ഒന്ന് മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അങ്ങയുടേതാണ് കർത്താവേ, അങ്ങ് നൽകിയതാണ്, അങ്ങയുടേതാണെന്ന് ഉള്ള ഒരു മനോഭാവം എന്നെ ശക്തനാക്കുന്ന മുഖാന്തര സകലത്തിനും മധ്യായവനാണ് എന്നൊരു ആത്മവിശ്വാസം. ഹല്ലേലൂയ. വീരത്വത്തിന്റെ ആത്മാവിനല്ല, ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയവൻ. ഹല്ലേലൂയ. ദൈവത്താൽ ഏതൊരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു വാക്ക് ഓർമ്മിക്കാം. പ്രോഗ്രാം ലിസ്റ്റ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് DC മത്തി പാസ്റ്ററായിരിക്കും. ശേഷം ജോലിയോടും കൂടെയുള്ളവരും ചേർന്ന് പാട്ടുകളും പാടും. വിപിൻ സഹോദരൻ സ്വാഗതം പറയും. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയും. അതിനുശേഷം ജോമൻ പാസ്റ്റർ അരമണിക്കൂർ നമ്മളോട് ദൈവവചനം സംസാരിക്കും. അതിനുശേഷം ഒരു സോളോ ഉണ്ടാവും, ജോമി സഹോദരൻ. ശേഷം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വിതരണം ചെയ്യും. പേരെഴുതിക്കൊണ്ട് ഓരോരുത്തരായ സ്റ്റേജിലേക്ക് ഒരുങ്ങി സർട്ടിഫിക്കറ്റുകൾ വാങ്ങുകയും ചെയ്യണം. ഈ സ്റ്റെപ്പിൽ കൂടി കയറി ഇതിൽ കൂടെ ഈ ഭാഗത്തോട് ഇറങ്ങി നിങ്ങളുടെ സീറ്റുകളിൽ ചെത്തിരിക്കണം. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ നേതൃയായി വന്നു നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണ പ്രാർത്ഥന ജോമൻ പാസ്റ്ററിനെ കൂടെ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ ഗ്രാജുവേഷൻ മാത്രം ഒരു പാട്ട് പാടും. അത് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അത് ആ പാടുമ്പോൾ ഗ്രാജുവേഷൻ മാത്രമായിട്ട് പാടുക. അതിനുശേഷം നന്ദി പറയുകയും സ്തോത്രം ചെയ്യാം. കണ്ണടയ്ക്കാം. ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ വലിയ ദൈവസാന്നിധ്യം നാം അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവകൃപ മഴ പോലെ നമ്മുടെ ചൊരിയേണ്ടതിന് വേണ്ടി ഒരു പുതിയ അഭിഷേകവും ഒരു പുതിയ നിറവും ദൈവം നമുക്ക് നൽകി വരുംകാല ശുശ്രൂഷകൾക്ക് നമ്മെ ശക്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി അകത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മഹാപരിശുദ്ധമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല രാജ്യത്തിനായി ഈ ജീവൻ കോഴ്സ് കർത്താവെ എടുക്കൽ ചെയ്യുവാൻ കർത്താവ് പഠിക്കുവാനും സുവിശേഷം
അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽക്കാലത്തിനായിട്ട് വേണ്ടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് ഗ്രാജുവേഷൻ സർവീസായിട്ട് ഇന്ന് പകൽക്കാലം കൂടി വരുവാൻ ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ ഒത്തിരി പേർ നമ്മുടെ കൂടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും ഇടയ്ക്ക് വെച്ച് മടുത്തു പോയതാണോ എന്ത് സംഭവിച്ചതാണോ അറിയത്തില്ല. എന്തായാലും ദൈവം നമുക്കിന്ന് പഠിച്ച് പൂർത്തീകരിപ്പാൻ നമുക്ക് ഗ്രാജുവേഷനായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തി. അത് കർത്താവിന്റെ കൃപയാണ്, അവന്റെ ദയയാണ്. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ ചില പാട്ടുകളുടെ ഈരടികൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പാടി കർത്താവിനെ ആരാധിക്കാനായിട്ട് സമയത്തെ വേർതിരിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ അധികാരത്തോടെ ദൈവം തന്ന അഭിഷേകത്തിന്റെ നിറവിൽ കർത്താവിനെ ആരാധിപ്പാൻ നമുക്കിടയാകട്ടെ. അതിനായിട്ട് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. ഇതുപോലെയൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയൊരു ആശ്വാസം എന്റെ ദാതന്റെ മാർഗ്ഗം, ഇതുപോലെയൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയൊരു ആശ്വാസം എന്റെ ദാതന്റെ മാർഗ്ഗമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനേ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനേ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് യോഗ്യനായി. തേജസ്സിന്റെ പൂർണ്ണനായി.
ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിൽ. ആവർത്തിച്ചു പാടാമോ? ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യം. ആ സാന്നിധ്യം അനുഭവിച്ചത്. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിലേ. എന്റെ താതന്റെ മാറിലേ. എന്റെ താതന്റെ മാറിലേ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥത്തിൽ എഴുന്നേറ്റ് ഒരു പാട്ട് കൂടി പാടി കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് മൊത്തം കേൾക്കാം. വളരെ പഴയ പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന്റെ നാമത്തിൽ മൊത്തം കേൾക്കാം. ശക്തിയോടെ കരമടിച്ച് നമുക്ക് ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കാനുള്ള അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. അത് നമ്മൾ പാഴാക്കാതെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വം കഴിക്കുക.
G10 എന്ന കോഴ്സിന്റെ അടിസ്ഥാന തത്വം 3H എന്ന തത്വത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ് നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ദൈവം നൽകുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അത് നൽകിയിരിക്കുന്നത്? ഒന്ന്, അത് ഈ ദൈവവചനം നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ അറിവിനെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ അന്ധവിശ്വാസങ്ങൾ പുറത്തു പോവുകയും ചെയ്യണം. ദൈവത്തിന്റെ സത്യങ്ങൾ നമ്മുടെ അറിവിന്റെ തലത്തെ പ്രകാശിപ്പിക്കണം. നമ്മൾ സുബോധമുള്ളവരും തിരിച്ചറിവുള്ളവരാകണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനാണ് സത്യം വചനം നമുക്ക് നൽകിയത്. രണ്ട്, ഈ വചനങ്ങൾ നമ്മുടെ അറിവിന്റെ മണ്ഡലത്തെ പ്രകാശിപ്പിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നമ്മിൽ ജീവിത രൂപാന്തരം വരുത്തും. ഈ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഈ വചനം പഠിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന സകല വചനങ്ങൾ കൂടി, യൂട്യൂബിൽ കൂടി, നമ്മുടെ ചർച്ചകളില് ധാരാളം വചനങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ അറിയാതെ നമ്മളിൽ രൂപാന്തരം ഈ വചനം വരുത്തുന്നുണ്ട്. ആ വചനം നമ്മളെ ഉത്സാഹഭരിതരാക്കി തീർക്കുന്നു. വചനം നമ്മളെ കർത്താവിന്റെ സാക്ഷികളാക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നു. യേശുവിന് വേണ്ടി എന്തുമായി തീരുവാൻ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. മറ്റെന്തിനേക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ജ്വലിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. നമ്മിൽ രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? രൂപാന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്, ഈ വചനം ദൈവം നമുക്ക് തന്നതിന്റെ ഉദ്ദേശം ഹാൻഡ്സ് ആണ്, പ്രവർത്തി. ഹല്ലേലൂയ. ദൈവം എനിക്ക് എന്റെ ഹൃദയം തുറന്നു തന്നു, എന്റെ ഉൾക്കണ്ണുകൾ തുറന്നു തന്നു. ഹല്ലേലൂയ. എന്റെ രൂപാന്തരം പെടുത്തി എന്റെ കൂട്ടുകാരനെ പ്രയോജനമായി തീർന്നു. എന്റെ അയൽക്കാരൻ, എന്റെ ബന്ധു, സ്തോത്രം, എന്റെ കൂടെ പഠിച്ചവർ, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ പരിചയക്കാർ, എന്റെ ഒയ്ക്കോസിന്റെ പദം നമ്മൾ പഠിച്ചു. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ പരിചിതർ. എന്റെ പരിചിതരിലേക്ക് ഈ സന്ദേശങ്ങൾ എന്നിൽ നിന്ന് പ്രവഹിക്കണം, പരക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഈ മൂന്ന് തത്വങ്ങളിൽ അടിസ്ഥാനപ്പെട്ടാണ് G10 കോഴ്സ് നമ്മൾ നടത്തിയത്. 8 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എഡിറ്റിലെ എക്സ്റ്റോറി, ഫോളോയിങ് ജീസസ്, എന്താണ് സ്റ്റോറീസ് ഓഫ് ദ ബൈബിൾ, ചർച്ച് ആസ് ഫാമിലി, പിന്നെന്താണ് SLGC1, SLGC2, ടീച്ചിങ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇങ്ങനെ 8 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹാനിയോഗമാണ്. യേശുക്രിസ്തുവിന്റെ മഹാനിയോഗം, യേശുക്രിസ്തു നൽകിയ മഹാനിയോഗം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ പോവുക, പ്രസംഗിക്കുക. അതാണ് യേശുക്രിസ്തു നൽകിയ മഹാനിയോഗം. പോവുക, പ്രസംഗിക്കുക, വിശ്വസിക്കുന്നതിലെ സ്നാനപ്പെടുത്തുക, സ്നാനപ്പെട്ടവരെ ഉപദേശിച്ച് ശിഷ്യരാണ്. ഇതാണ് മഹാനിയോഗം. ഇത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ ഈ മഹാനിയോഗത്തിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഡ് സൈസ്ഡ് വിഷൻ. ഗോഡ് സൈസ്ഡ് വിഷൻ, ദൈവത്തിന്റെ ദർശനം. ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ മഹാനിയോഗമാണ്. ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണ്. സകല മനുഷ്യരോടുള്ള സ്നേഹം, സകല മനുഷ്യരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു കവിയുന്ന ദൈവത്തിന്റെ ഹൃദയം. ദൈവം ആഗ്രഹിക്കുന്നത് ഒരാളും നശിച്ചു പോകരുത്, എല്ലാവരും മനസ്സാന്തരപ്പെടണം. ഈ ദർശനം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്നതാണ് ഈ ക്ലാസ്സിൽ കൂടെ. ഇംപാർട്ടേഷൻ ഓഫ് ദ വിഷൻ, ഇംപാർട്ടേഷൻ ഓഫ് ദ വിഷൻ. ദൈവിക ദർശനം തന്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് പകരുക. എന്താണ് ആ ദർശനം? ആരും നശിച്ചു പോകരുത്, എല്ലാവരും മനസ്സാന്തരപ്പെടണം. എന്റെ വിഷൻ, നിങ്ങളുടെ വിഷൻ അത് തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒരു ജ്വലിക്കുന്ന ദർശനമായി, ഒരു കത്തുന്ന ദർശനമായി നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഇത് കത്തിക്കൊണ്ടിരിക്കണം. എന്താണ്? ആരും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും മനസ്സാന്തരപ്പെടണം. ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ ഇതാണ്. ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ ഇതാണ്. ആരും നഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും മനസ്സാന്തരപ്പെടണം. ആ ഒരു ദർശനം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം പുറകിലാണ്, താഴെയാണ്. ജീവിക്കണം, നമുക്ക് പണം ഉണ്ടാക്കണം, നമുക്ക് അധികാരം വേണം, നമ്മളെല്ലാവരും അറിയപ്പെടണം, നമ്മുടെ മക്കൾ, ഇതെല്ലാം ആ
ദർശനത്തിന്റെ താഴെയാണ്, എല്ലാം താഴെയാണ്. നമ്മളെ നയിക്കുന്നത് ആ മഹാനിയോഗം എന്ന ദർശനമാണ്. ആരും കഷ്ടപ്പെട്ടു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകളൊന്നും അതെല്ലാം പ്രശ്നമല്ലാതായിത്തീരും. ഒരാൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട ത്യാഗങ്ങൾ സാരമില്ല. കർത്താവ് ഹല്ലേലൂയ, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സഹോദരൻ കാണാൻ പോകണം, അത് പോകുമ്പോൾ എന്നെ ശകാരിച്ചു, അല്ലെങ്കിൽ എന്നോട് വഴക്കുണ്ടാക്കി, തെറ്റിദ്ധരിച്ചു, ഇതൊന്നും ഒരു വിഷയമല്ല, സാരമില്ല. കർത്താവ് അയാൾ രക്ഷിക്കപ്പെടുമെങ്കിൽ, അയാൾ വിശ്വാസത്തിലേക്ക് വരുമെങ്കിൽ സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യന്റെ ഹൃദയം മുഴുവൻ മഹാനിയോഗമാണ്. ആ യഥാർത്ഥ ശിഷ്യന്റെ ഹൃദയം മുഴുവൻ ഗോഡ് സൈസ്ഡ് വിഷനാണ്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഞാൻ ത്യാഗം ചെയ്യുവാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ തകർക്കപ്പെടേണ്ടത് ആവശ്യമെങ്കിൽ അടിയനിത കർത്താവ്, അതിനുവേണ്ടി ചില ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടത് ആവശ്യമെങ്കിൽ അടിയനിത കർത്താവ്. അടിയനിത, അടിയനിത, നിന്റെ ശബ്ദം കേൾക്കുവാൻ അടിയനിത, അങ്ങേ അനുസരിക്കുവാൻ അടിയനിത, അങ്ങേക്കായി പോകുവാൻ അടിയന്റെ കാലുകൾ, അങ്ങേക്കായി പ്രവർത്തിക്കുവാൻ ഇതാ അങ്ങ് തന്ന 2 കൈകൾ, അങ്ങേക്കായി സംസാരിക്കുവാൻ എന്റെ ശബ്ദം, അങ്ങേക്ക് വസിക്കുവാൻ എന്റെ ഹൃദയം അടിയനിത. സുശേഷത്തിന് വേണ്ടി ഇറങ്ങുവാൻ പണം കർത്താവ്, അടിയന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ കർത്താവ് ഞാനത് ചെലവാക്കാൻ തയ്യാറാണ്. കർത്താവിന് വേണ്ടി നീ തന്നത് നിങ്ങൾക്കായി. ഇതാണ് സമർപ്പണം. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണമാണ് നമ്മളെ നയിക്കേണ്ടത്. നാം ഫ്രാങ്ക് പ്രയറിനെ കുറിച്ച്, അഡോപ്ഷനെ കുറിച്ച്, NPA സഭയെ കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മുടെ മോട്ടോ, നമ്മുടെ ലക്ഷ്യം മേക്ക് ഡിസൈപ്പിൾസ് ടു മേക്ക് ഡിസൈപ്പിൾസ്. ശിഷ്യന്മാരെ ഉളവാക്കുന്ന ശിഷ്യന്മാരെ ഉളവാക്കും. നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എന്റെ ശക്തി കൊണ്ട് സാധ്യമല്ല, ഒരു ശിഷ്യനെ പോലും ഉളവാക്കുവാൻ എന്റെ ശക്തി കൊണ്ട് സാധ്യമല്ല. നിന്റെ കൃപയുണ്ടെങ്കിൽ അങ്ങയുടെ ശക്തിയാൽ അനേക ശിഷ്യന്മാരെ ഉളവാക്കുവാൻ അങ്ങയുടെ കൃപയാൽ എനിക്ക് സാധിക്കും. നമ്മൾ പഠിച്ചു, നമ്മൾ ഓരോരുത്തരും വിത്തുകളാണ്. ഒരു തെങ്ങിന്റെ വിത്ത്, ഒരു തേങ്ങ കുഴിച്ചു വെച്ചാൽ അത് വളർന്ന് സ്വാഭാവികമായ ഫലം കായ്ക്കും. ഫലം കായ്ക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളർന്ന് അതിന്റെ സമയമാകുമ്പോൾ അത് സ്വാഭാവികമായ ഫലം കായ്ക്കുന്ന പോലെ ഒരു വിശ്വാസം വചനം പഠിച്ച് ക്രിസ്തുവിൽ വളരുമ്പോൾ സ്വാഭാവികമായ ഫലം കായ്ക്കും. ആത്മാവിന്റെ ഫലമുണ്ട്, അതിന്റെ ഒരു ഭാഗമാണ് വിശ്വാസികളെ ഉളവാക്കുന്നത്. പുസ്തകം നമ്മൾ വായിച്ചു, അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വന്നു. ഭൂമിയിലെ ഓരോ സസ്യവും അതതിന്റെ വിത്തുണ്ട്, അതതിനെ ഉളവാക്കും. അല്ലെ, അതിനെ ഉളവാക്കും. നമ്മൾ പഠിച്ചു. ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ ഉളവാക്കും. ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്റർമാരെ ഉളവാക്കും. ഒരു സഭ മറ്റൊരു സഭയെ ഉളവാക്കും. ശാഖാ സഭകൾ ഉളവാക്കും. അവർ ജനം വർദ്ധിച്ചു പെരുകി. ശിഷ്യന്മാരുടെ കൂട്ടം പെരുകി വന്നു. ശിഷ്യന്മാരുടെ കൂട്ടം പെരുകി വന്നു. പെരുകുവാനുള്ള ഒരു ഒരു കഴിവ് ദൈവം നമ്മുടെ ഉള്ളിൽ ഓരോ സസ്യത്തിനും അതിന്റെ 100 കണക്കിന് സസ്യങ്ങളെ ഉളവാക്കുവാനുള്ള വിത്ത് അതിന്റെ ഉള്ളിലുണ്ട്. ഒരു സസ്യം അതിന്റെ തന്നെ മറ്റൊരു സസ്യത്തെ തന്നെ ഉളവാക്കും. ഒരു സസ്യം അതിന്റെ തന്നെ 1000 കണക്കിന് ഒരു തെങ്ങ് 1000 കണക്കിന് തേങ്ങയാണ്. ഒരു നെൽവിത്ത് നമ്മൾ നട്ടാൽ എത്ര മണികളാണ് ഉത്പാദിപ്പിക്കുന്നത്. അതെ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം മുഖാന്തരം അനേക വിശ്വാസികൾ ശിഷ്യന്മാർ ഉളവാക്കുവാൻ ഇടയായിത്തീരും. അപ്രകാരം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ വലിയ വിളി ദൗത്യം ഏറ്റെടുക്കാം. അടിയനിത കർത്താവേ, എന്നിലൂടെ അനേക ആത്മീയ ശിശുക്കൾ ഉളവാകുന്ന കാണുവാൻ, ആത്മീയ ജനനങ്ങൾ സംഭവിക്കട്ടെ എന്നൊരു ദിവസത്തിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഞാൻ ഇൻട്രഡക്ഷനായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. തുടർന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാം. ജോൺ പാസ്റ്റർ തുടർന്ന് 30 മിനിറ്റ് നമ്മുടെ ദൈവത്തെ സംസാരിക്കുകയും ദൈവത്തിന് മഹത്വം. ഈ ബൈബിൾ കോളേജിലെ പഠന മേഖലകൾക്ക് നേതൃത്വം
ശ്രേഷ്ഠ ദൈവത്തിന്മാർ, ദൈവദാസിന്മാർ, പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞും നമ്മളൊന്ന് ചെയ്യുകയാണ്. എല്ലാവർക്കും വേഗപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാരംഭമായി ഞാനൊരു സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചു കൊടുക്കുക. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ പുറത്തിൽ നിൽക്കുന്നത്. എന്നും ബുധനാഴ്ചയും ഞായറാഴ്ചയും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അതിൽ നമുക്കൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷക്കാലം സമയങ്ങൾ വേർതിരിച്ച് ദൈവവചനം പഠിക്കാൻ സമർപ്പിതരായി ആ ക്ലാസ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കത്തക്ക ആ ഒരു തലത്തിൽ വന്നു നിൽക്കുന്ന ദൈവദാസന്മാരുടെയും നടുവിൽ നിൽക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. ഇതിന്റെ തുടക്കത്തിൽ അല്ലെ വന്ന പലരെയും ഇതിൽ കാണുന്നില്ല എന്നുള്ളൊരു വേദന കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഇത്രത്തോളം പേർക്ക് ഇതിൽ രാജ്യത്തിന് ദൈവം കൃപ ചെയ്തല്ലോ. ഒരിക്കൽ കൂടി ദൈവത്തിന് സകല മഹത്വവും കരയറ്റുകയാണ്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിലാണ് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന വേദഭാഗമാണ് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കുന്നത്. 2 തിമോഥെയോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പൻ സംഹിതയില്ലാത്ത ലേഖനക്കാരനായി ദൈവത്തിന് പ്രധാനനായി നിൽപ്പാൻ സ്തോത്രം. എനിക്ക് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരോടും ദൈവദാസന്മാരോടും എനിക്ക് പറയാനുള്ളത്, പൗലോസ് തിമോഥെയോസിനോട് തിമോഥെയോസിന് കൊടുത്ത ഇതേ ദൂതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. ഒന്ന്, തിമോഥെയോസിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. നമ്മൾ സുവിശേഷ ഭാഗം പഠിക്കുന്നു. അവിടെ ഒരു ഭാഗം നമുക്കറിയാം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പം ഒറിജിനൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്? ഇന്ന് പലയിടങ്ങളിലും ഒറിജിനൽ വലിയ നൃത്തത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ത് ചെയ്യുന്നില്ല, അറിയാത്ത വിധത്തിൽ. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ഇത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷം സാത്താൻ അവന് പറ്റുന്നതിന്റെ പരമാവധി അവനെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും കൂടി പറഞ്ഞാൽ അവൻ കളവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷകൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവഭക്തന്മാരോടും ദൈവദാസിമാരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, സത്യവചനത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, 2002 കർത്താവ് യേശു ക്രിസ്തുവിനെ രാത്രി 11 മണിക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം. പക്ഷിടക്കിടയ്ക്ക് മഹാനിയോഗമല്ലേ എന്ന് പറയുന്നത് പോലെ മഹാഭാഗ്യം ലഭിച്ച മനുഷ്യനെ സ്തോത്രം. ഒരു കഴിവും പറയാനില്ല. എന്തെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രം. സ്തോത്രം. അതൊരു മഹാഭാഗ്യമാണ്. 11 മണിക്ക് സർവകൃപാലുവായ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം. അന്ന് മുതല് എന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, പ്രസംഗിക്കണം. അല്ലേ? പ്രസംഗിക്കണം. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത്തിൽ രക്ഷകനെ സ്വീകരിച്ചിരിക്കുക. ആ സ്വീകരിച്ച രക്ഷകനെ സ്തോത്രം ദേശത്തോട് എന്ത് ചെയ്യണം? ഒന്ന് വിളിച്ചു പറയണം. എങ്ങനെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതിയോ? എങ്ങനെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരാ. വേദപുസ്തക അടിസ്ഥാന ഉപദേശങ്ങൾക്കനുസരിച്ച് വിളിച്ചു പറയാനായിട്ട് കഴിയണം. വിളിച്ചു പറ
പറയണമെങ്കിൽ ദൈവസന്നിധിയിലിരിക്കണം, ദൈവജനം പഠിക്കണം, ദൈവജനം ധ്യാനിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റില്ല. അതുകൊണ്ടല്ലേ ദൈവജനം നമ്മൾ പഠിപ്പിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഗ്രാജുവേഷൻ സർവീസിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകലെന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവുമായി ആഴമേറിയൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവനോട് പറ്റിയിരിക്കുക. അവനെന്നെ പറ്റിക്കുക എന്നല്ല ഇന്ന് പല സ്ഥലത്തും കാണുന്നത് അങ്ങനെ. അവനോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ എന്ത് വിടുവിക്കും. അടുത്ത പദം ശ്രദ്ധിച്ചോട്ടെ. അവന്റെ നാമത്തെ അറിയുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവസന്നിധിയിലിരുന്ന് ദൈവജനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ലഭിച്ചതും കരുണയും ദൈവത്തിന്റെ കൃപയുമാണെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് ഒന്ന് കരമുയർത്തി ദൈവത്തിന് നന്ദി പറയേ. ദൈവസന്നിധിയിലിരിക്കുന്നത് അനുഗ്രഹം, ദൈവജനം പഠിക്കുന്നത് അനുഗ്രഹം, ദൈവജനം പ്രസംഗിക്കുന്നത് അനുഗ്രഹം. അത് യഥാർത്ഥമായി പ്രസംഗിക്കണം. ഏത് ഉദ്ദേശത്തോടെ ഇത് എഴുതപ്പെട്ടോ ആ ഉദ്ദേശത്തോടെ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ജനത്തിന് ഇത് പകർന്നു കൊടുക്കുവാൻ അപ്പാ അവിടുത്തെ കൃപ എന്നെ പകരണമേ എന്ന് നാം പറയുന്നുവെങ്കിൽ നിശ്ചയമായും ആ കൃപതയെ നമ്മുടെ മേൽ പകർന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലെ ആഗ്രഹം യേശുവിനെ പ്രസന്റ് ചെയ്യണം, യേശുവിനെ പ്രസംഗിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ശരിക്ക് അറിയാത്ത സമയത്ത് ഉള്ളിലെ ആഗ്രഹം എന്താണ്? എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. രക്ഷിക്കപ്പെട്ടിട്ടല്ലേ ഉള്ളൂ, ശിശുവല്ലേ, കുഞ്ഞല്ലേ. പക്ഷെ ഉള്ളിലെ വലിയ ആഗ്രഹം എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം. പക്ഷെ എന്റെ പ്രസംഗം കേൾക്കാൻ പ്രസംഗം കേൾക്കാനും ആളുകൾ വേണ്ടേ? വേണോ വേണ്ടയോ? വേണമെന്ന് അഭിപ്രായം കൊണ്ട് തോത്രം ചെയ്തേ സ്തോത്രം. പ്രസംഗം കേൾക്കാൻ ആളുകൾ വേണം, പക്ഷെ എന്റെ പ്രസംഗം കേൾക്കാൻ ആരുമില്ല. ആ സമയത്ത് ഞാനൊരു കൃഷിക്കാരനായിരുന്നു. അപ്പം ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഇങ്ങനെ നടും. ഞാനതിനായി പുള്ളിക്കാരൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ഇന്നത്തെ എന്റെ പ്രസംഗം കേൾക്കാൻ ഈ ചേമ്പും ചേനയും ഞാൻ നട്ടു വളർത്തിയ കവുങ്ങും നരശീലികളൊക്കെ ഉണ്ട്. ഇവരെന്ത് ചെയ്യും? എന്റെ പ്രസംഗം കേൾക്കും. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എന്റെ പുരയിടങ്ങളിലൂടെ നടന്നുകൊണ്ട് ഞാൻ എന്റെ മുമ്പിലുള്ള ചേമ്പും ചേനയും കാച്ചിലിനെയും നോക്കിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കും. യേശു ഏകരക്ഷകൻ, യേശു വിടിവിക്കുന്നവൻ, യേശു സൗഖ്യദായകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സോദരൻ, ഈ കാറ്റൊക്കെ വരുന്ന ഇലയൊക്കെ ഇങ്ങനെ ആടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇവര് കൈയടിക്കുക, ഇവരെന്ത് ചെയ്യും? എന്റെ പ്രസംഗത്തിന് ആഹാരമാകും. സ്തോത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഭാര്യ ഇടയ്ക്ക് എന്നാ നേരം മുഴുകിയ ഞാൻ പറയും പ്രസംഗിക്കുകയായിരുന്നു. സ്തോത്രം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവദാസിമാണ്. അവരുള്ളിൽ ഒരു വലിയ ദാഹമാണ്. എന്റെ ആത്മമണവാളനെ എനിക്ക് പ്രസന്റ് ചെയ്യണം. രക്ഷയുടെ പാനപാത്രമെടുത്ത് നാമത്തെ എന്ത് ചെയ്യണം? വിളിച്ച് പറയണം. സ്തോത്രം. സത്യവചനത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായി പ്രസംഗിക്കുന്ന രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരിക്കൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇന്നും കൊടുക്കുക പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം നിമിത്തം ഈ ആഗ്രഹം മനസ്സിലാക്കി ഇടയൊരു കാര്യം ചെയ്തു. സഭാ പാസ്റ്റർ വടുവൻകാരെ ചെയ്യാൻ പാസ്റ്റർ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച രോമോൻ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. കാരണം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ഞാൻ വലിയൊരു കുറിപ്പടിയൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അറിയുന്നതൊക്കെ വൈകിട്ട് കോളേജിൽ പോയിട്ടില്ല. ഈ ചേനയോടും ചേപ്പിനോടൊക്കെ പറഞ്ഞത് ഇങ്ങനെ കുറിപ്പടി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പോയി. ആ പുൽപ്പറ്റിൽ നിന്ന രംഗം ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ കുറിപ്പടിയിലെ ആ കുറിവാക്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാൻ
സത്യം പറയാം, ഞാൻ അന്ന് ആ പുൽപ്പിറ്റിൽ നിൽക്കുമ്പം മുമ്പോട്ട് നോക്കുമ്പോൾ ആരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരെയും കാണുന്നില്ല. ആളുകൾ അവിടെ ഉണ്ട്, പക്ഷെ ഞാനൊരു ഫീസ് അടിച്ചതുപോലെ സ്തോത്രം കുറിവാക്യം വായിച്ചത് ഓർമ്മയുണ്ട്. സ്തോത്രം ഷോക്ക് അടിച്ചതുപോലെ നിങ്ങൾ കാരണം ഇരിക്കുന്നതല്ല എവിടെയാ പ്രസംഗിക്കാനുള്ളത്, കുറിപ്പിലിരിക്കുക. കുറിപ്പ് പറന്നുപോയി, വാക്യം വായിച്ചത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും എനിക്ക് പറയാനുള്ളത്, കുറിപ്പടി കുറിച്ചു വെക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളതകളിൽ കൂടി അതിനെ ഒന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നൽകുന്ന വേദികളിൽ നിങ്ങൾ അഭിഷേകത്തോടെ നിൽക്കുന്നു. അത് വലിയ ദൈവപ്രവൃത്തികൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറിപ്പ് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല, കുറിച്ചു വെക്കുന്നത് നല്ലത്. ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുകയാണെങ്കിൽ ഇടയ്ക്ക് നോക്കാൻ അത് വളരെ ഉപകരിക്കും. ഈ കാലഘട്ടത്തിലൊക്കെ വലിയ മറവികളൊക്കെ ഉള്ള കാലഘട്ടമാണല്ലോ. എന്തുമാകട്ടെ, സത്യവചനത്തെ യഥാർത്ഥമായി തെറ്റുകൂടാതെ പ്രസംഗിക്കണമെങ്കിൽ അല്പം ഓർമ്മക്കുറവോ മറവിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും എനിക്ക് പറയുവാനുള്ളത്, കുറിച്ചു വെക്കേണ്ടത് നല്ലതാ. പക്ഷെ ആ കുറിച്ചു വെച്ച കുറിപ്പിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ വായി തുറക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുകയല്ല, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് സത്യവചനമാണോ യഥാർത്ഥമായി നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കേൾക്കുന്നവർക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. സ്തോത്രം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനവിന് നല്ല വാക്കല്ലാതെ യാകാത്തതൊന്നും നിങ്ങളുടെ വായിൽ എന്ത് ചെയ്യരുത്. ഒന്നും കൂടി പറഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങളുടെ വായിൽ എന്ത് ചെയ്യരുത്, പുറത്തു വരരുത്. സ്തോത്രം. പിടികിട്ടിയവർക്കായി ദൈവത്തെ കടപ്പെടുത്തുക. നമ്മളൊക്കെ വീഡിയോകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ കണ്ടിരിക്കുകയാണ്. ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മെസ്സേജുകളും പ്രസംഗങ്ങളും ഈ കഴിഞ്ഞ ദിവസം ചിലതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഓഫാക്കി വെച്ചു. മെസ്സേജ് കേൾക്കാൻ വേണ്ടി തുറന്നതാ, പക്ഷെ കേട്ടതൊക്കെ വേറെ ചില മേഖലകളാണ്. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഈ ആലോചന ഒന്ന് പകരുകയാണ്. സ്തോത്രം. ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ കടന്നിരുന്ന ഇടങ്ങളിൽ നിങ്ങളെ ശ്രമിക്കുന്നവർ നാളെ പറയണം, ആ ദൈവദാസന്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വലിയ രൂപാന്തരത്തിന് കാരണമാക്കി തീർന്നു. ആ ദൈവദാസിയുടെ അകലത്തിലൂടെ പുറത്തു വന്ന വാക്കുകൾ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ ദൈവത്തിന് വഴിയുന്നു. അത് മാത്രമല്ല, ആ സുവിശേഷത്തിന്റെ ശക്തി എനിക്ക് തിരിച്ചറിയുവാൻ ദൈവത്തിന് വഴിയുന്നു. സ്തോത്രം. സംഭവിക്കാൻ പോകും. ഒന്നേറ്റെടുത്ത് സ്തോത്രം ചെയ്യാമോ? ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരോട് ദൈവദാസിമാരോട് അടിവരയിട്ട് പറയുകയാ, ഈ അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകർന്ന് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത, അപ്പൊ ഒത്തിരി പേര് ലജ്ജിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? സ്തോത്രം. സഭയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചു. ഗലാത്യ സഭയോട് പറയുന്ന ഒരു ദൂത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 10 വരെ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഗലാത്യ ലേഖനം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. സ്തോത്രം. വേറൊരു സുവിശേഷത്തിലേക്ക് അതെത്ര വാക്യം തന്നെ ഒന്നിന് അതാ പറഞ്ഞ ഒന്നിനെയാണ്. സ്തോത്രം. വേറൊരു സുവിശേഷത്തിലേക്ക് അത് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം? വേറെ സുവിശേഷത്തിലേക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവനിനി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂത
ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? നാം തിരിച്ചറിയണം. ഞങ്ങൾ പണ്ട് ഈ നാളെ സഭയിലായിരുന്ന കാലഘട്ടത്തിൽ മതമായി വെച്ച് ഞങ്ങള് ഇങ്ങനെ പാടുമായിരുന്നു. നിങ്ങളെ ഞങ്ങൾ അറിയിച്ച പൊടി ചിങ്ങുരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ താനേക്കും സഭയിൽ ശാപം. ബാക്കിയൊക്കെ പറയട്ടെ, ചെറുക്കൊക്കെ അറിയാമല്ലേ? പക്ഷെ അന്ന് ഇത് മതമായി വെച്ച് ഞങ്ങൾ പാടുന്ന സമയത്ത് ഇത് എന്താണ് അറിയായിരുന്നു. നല്ല ഈണത്തിലൊക്കെ പാടും. ഇപ്പോഴൊക്കെ ഈണമൊക്കെ അങ്ങ് പോയി. നല്ല ഈണത്തിൽ പാടുമ്പോൾ ബാക്കിയോട് ചേർന്ന് മീനൊക്കെ നീട്ടി പ്രാസമൊക്കെ ചിന്തി. പക്ഷെ അന്ന് ഇതെന്താന്ന് മനസ്സിലായില്ല. ഇത് മനസ്സിലായത് യേശുവിനെ സുന്ദരിച്ചതായി സ്വീകരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചപ്പോൾ മനസ്സിലായി ഇത് നിസ്സാരമല്ല. അതുകൊണ്ട് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനോട്, നാം വായിൽ തുറക്കുമ്പോൾ ആകാത്തൊന്നും നമ്മുടെ വായിൽ നിന്ന് എന്തു ചെയ്യരുത്, പുറത്തു വരരുത്. ഇന്ന് ചിലര് പഠിപ്പിക്കുന്ന ലോകത്തെ കഷ്ടമില്ലെന്ന്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച് കഷ്ടം മാറും, രോഗം മാറും, വേദന മാറും ഇല്ലെന്നല്ല, ഇതൊക്കെ ഉണ്ട്. പക്ഷേ സ്തോത്രം, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവത്തിലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുകരിക്കാം, കഷ്ടതകൾ മാറി മാറി അടിച്ചെന്നിരിക്കാം. സ്തോത്രം. കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നമ്മൾ കാര്യത്തിൽ ചെയ്യാൻ പോവല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല. പക്ഷെ സത്യം സത്യമായി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ആ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ ചിലപ്പം ചില എതിരാളികൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റെന്ന് വരാം. എന്നാൽ തിരുവചനം പറയുക, തിരുവചനം പഠിപ്പിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി എന്ത് ചെയ്യണം? ലോകത്തിൽ കഷ്ടം വരുമ്പോൾ എനിക്കറിയാൻ പലരും കഷ്ടം മാറാനാ വന്നേ, രോഗം മാറാനാ വന്നേ, പ്രശ്നം മാറാനാ വന്നേ. പ്രശ്നം മാറി, കഷ്ടം മാറി, അവര് പോയി. ഇനി എപ്പോ വരും? നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും ചെല്ലൂ. പല വിധേയം ചെല്ലാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ അങ്ങനെ സ്തോത്രം. സൗഖ്യം കിട്ടുന്നത് യേശുവിന്റെ പാതകത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് അങ്ങ് പോകും. പക്ഷേ പിന്നെ ഇന്നും മറന്നു പോകുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഇന്ന് പകലും ഈ ഭൂതൊന്ന് വിളിച്ചു വളരുക. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവദാസന്മാരിലൂടെയും ദൈവദാസിമാരിലൂടെയും ദൈവവചനം കേൾക്കുന്നവരെ യഥാർത്ഥമായി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ ദൈവം കൃപയും വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്തൊക്കെ ലഭിച്ചാലും നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. വിരാമം കുറിക്കാൻ പോവുകയാണ്. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ അല്ലെ കർത്താവിന്റെ ദാസനെല്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂലോകത്തൊക്കെ പോയി എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ദേവദാസ് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവദാസന്മാരിലൂടെ ദൈവദാസിമാരിലൂടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ മനുഷ്യനെ സാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. സകലവും സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാനായിരിക്കുന്നത്. ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പോടെ ദൈവത്തിന് നന്ദി പറയാം. നന്ദി പറയാം. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒടുവിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ ചിലര് ലജ്ജിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 ഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22
കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കി വളരെ വീരപ്രവൃത്തികൾ ചെയ്തു. അല്ല, ഇതൊക്കെ സത്യം അങ്ങനെയല്ല, ഇതൊക്കെ സമ്മതിക്കും. അടുത്തത് പറയും, അന്ന് ഞാൻ അവരോട് ഞാനൊരു നാളും എന്ത് ചെയ്തില്ല. നിങ്ങൾ ഇതൊക്കെ പ്രസംഗിച്ചെങ്കിലും പാപമോചനം പ്രാപിച്ച് പ്രമാണിനെ കുറിച്ചോ നിത്യതയെ കുറിച്ചോ ഹിന്ദുജനെ കുറിച്ചോ സ്വന്തം നിത്യരക്ഷയെ കുറിച്ചോ പ്രസംഗം ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്തില്ല, പ്രസംഗം ചെയ്തില്ല. മനുഷ്യർക്ക് വിലക്കേണ്ടതിന് പലതും ചെയ്തു. കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിലായതുകൊണ്ട് ദൈവം അത് ചെയ്തു. സ്തോത്രം. പക്ഷേ അവിടെ നിന്നും ഒത്തിരി പേര് നിന്നേണ്ടി വരും. സ്തോത്രം. ലജ്ജിക്കേണ്ടി വരും. മനസ്സിലായി? സ്തോത്രം. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, ലജ്ജിച്ച് തലതാഴ്ത്തുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രതിഫല വിഭജന സമയത്ത് വലിയൊരു പ്രതിഫലം കൈപ്പറ്റുവാൻ കൈകൾ ഒരുക്കപ്പെടട്ടെ, കുടുംബങ്ങൾ ഒരുക്കപ്പെടട്ടെ, ശുശ്രൂഷ മേഖലകൾ ഒരുക്കപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം. ജീസസ്, ജീസസ്. ഒരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവ് പറഞ്ഞു, ജീസസ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. അപ്പൊ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരുമായിട്ട് ബന്ധമുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരോടായിട്ട് പറയുകയാണ്. കർത്താവ് നിങ്ങൾ വിളിച്ചെങ്കിൽ വേർതിരിച്ചെങ്കിൽ ഇന്നും പകൽ ഈ ഗ്രാജുവേഷൻ സർവീസ് വന്നിരിക്കാൻ ദൈവം പ്രവചനത്തിൽ അനാഥരായി വിടുകയില്ല. അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ. സ്തോത്രം. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് എന്തെയ്യണം? കാത്തിരിക്കണം. എന്നിട്ട് പറയുക, നിങ്ങൾ വെറുതെ പോകരുത്. വെറുതെ പോയാൽ നിങ്ങൾ ലജ്ജിച്ചു പോകും. വെറുതെ പോയാൽ നിങ്ങൾ തളർന്നു പോകും. വെറുതെ പോയാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. വെറുതെ പോയാൽ നിങ്ങൾ മടുത്തു പോകും. വെറുതെ പോയാൽ പ്രവൃത്തി നടക്കത്തില്ല. ഇത് കർത്താവിനറിയാം. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അല്ലെ? പുതിയ നിയമസഭയുടെ തുടക്കം നമുക്കറിയാം. അല്ലെ? ശരിയോ മാളിക മുറിയിൽ അവർ കാത്തിരുന്നു. അവർ കാത്തിരുന്നു. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് ആ വാഗ്ദത്തം അവരുടെ കൈമാറും. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞോടെ അവരുടെ ശുശ്രൂഷകൾ നോക്കണം. അല്ലേ? സ്വന്തം എന്താ അവരുടെ കഴിവല്ല, അവരുടെ അറിവല്ല, അവരുടെ സാമ്പത്തിക ഉന്നമനങ്ങളല്ല. അവരുടെ വ്യാപരിച്ച് ദൈവത്തിന്റെ ആത്മാവിന് അത്യന്ത ശക്തിയാ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽപ്പൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവർ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാപിച്ചു മുമ്പോട്ട് പോകണം. ഇനി ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കുണ്ട് വചനം. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കും. അപ്പൊ ശക്തിയുണ്ട്. അല്ലെ? പരിശുദ്ധാത്മാവില്ലാതെ രക്ഷിക്കപ്പെടാൻ പറ്റൂ? പറ്റില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ രക്ഷിക്കപ്പെടുകയില്ല. പക്ഷെ ആ ശക്തി പുതുക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ജീസസ് സത്യത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ലജ്ജിപ്പാൻ സാധ്യതയില്ലാത്ത അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അപ്രതിഫല വിഭജന സമയത്ത് വലിയൊരു പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ വലതുകാരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് സ്തോത്രം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം എന്നെ കേൾക്കുന്നത് ഇവിടെ അനുഭവിച്ച സകല വേദനകൾക്കും പ്രതിഫലമുണ്ട് കേട്ടോ. ദൈവനാമം നിമിത്തം അനുഭവിച്ച സകല കഷ്ടതകൾക്കും പ്രതിഫലമുണ്ട് കേട്ടോ. അല്ലേ? സുറുവി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നല്ലപ്പോൾ പൊടുങ്ങി, നല്ലപ്പോൾ പൊടുങ്ങി. നമുക്ക് 2 മിനിറ്റ് കൂടിയുണ്ട്. സ്തോത്രം. നല്ലപ്പോൾ പൊടുങ്ങി കേട്ടോ. രാജ്യത്തിലിരുന്ന
ദൈവദാസന്മാരോടും പറയുക, നല്ല പുറത്തുവരുത്തണം. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോട് എന്ത് ചെയ്യും? പുരുതരുത്. സ്തോത്രം. നല്ല പുറത്തുവരുത്തി. അടുത്തെന്താ? ഓട്ടം തികച്ചു. ഓട്ടം തികച്ചു. ഓട്ടം തികയ്ക്കണം. ഓട്ടം തികയ്ക്കണം. ഞാൻ നല്ല പൊറുപ്പൊരുതി ഓട്ടം തികച്ചു. അടുത്തത് അതിന്റെ അർത്ഥം എന്നറിയും? ഈ ഓട്ടത്തിനിടയിൽ, ഈ ശുശ്രൂഷയുടെ ഇടയിൽ, ഈ പ്രവർത്തനത്തിന്റെ ഇടയിൽ വിശ്വാസം പോലും പോയി പോകുമെന്ന ഇടത്തിൽ അഞ്ഞടികൾ വന്നു. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരുമായിട്ട് പറയുക, ചില അഞ്ഞടികൾ വരാം, ചില എതിർപ്പുകൾ വരാം, ചില പ്രതികൂലങ്ങൾ വരാം. എന്നാൽ ഒന്നുറച്ചോളം, എന്നെ വിളിച്ചവൻ ഈശോത്തൻ, അവൻ വാഗ്ദത്തങ്ങളുടെ ഈശോത്തൻ. ഒട്ടും തികച്ചു. വിശ്വാസം കാത്തു. ഇനി നിയതിയുടെ കിരീടം എനിക്ക് അണിയിച്ചിരിക്കുന്നു. ആ പദം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, പൗലോസാണ് നമ്മളെ വിശ്വാസ കണ്ണൽ കണ്ടു. എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പാടകട്ടോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ നാളുകളെ കുറിച്ച് കർത്താവിന്റെ അറിവ് താമസിക്കുന്നുവെങ്കിൽ ചില വെളിപ്പാടുകൾ പരിശുദ്ധമായേക്ക് പ്രാണുണ്ട്, പദ്ധതിയുണ്ട്. വെളിപ്പാടുകൾ പ്രാപിച്ചു പോകണം, ദർശനങ്ങൾ പ്രാപിച്ചു പോകണം. അങ്ങനെയെങ്കിൽ മരുഭൂമി നടക്കത്തിൽ എന്ന് പറഞ്ഞുകൊടുത്ത് നടക്കും. സ്തോത്രം. ഇന്ന് ഈ വാടിലിരിക്കുമ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാ, ദർശനത്തിന്റെ ഭാഗമാണ്. ദൈവമായ ദർശനം നമ്മെങ്കിൽ അതിനെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പല ശക്തികളും പല ശൈലിയിൽ അതിനെ ഒതുക്കാൻ പരിശ്രമിച്ചെന്ന് വരാം. പക്ഷെ ദർശനം തന്നത് ദൈവമാണെങ്കിൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നവരായിട്ട് പറയുക, ആ ദർശനം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കും. ആ ദർശനത്തെ നോക്കി ഒന്നും പറയാം, എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് സാക്ഷാത്കരിക്കും. ഓക്കെ, സർവീസിൽ പങ്കെടുക്കുന്നു. ഇതിനുള്ള ശുശ്രൂഷകളിൽ നിങ്ങളിത് കാണുക. കർത്താവ് എനിക്ക് ഭാഗ്യം നൽകട്ടെ. നിങ്ങളിലൂടെ ആ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുന്നത് കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകട്ടെ. സ്തോത്രം. എല്ലാ വിധത്തിലും ആശംസകൾ അനുഗ്രഹം നേടുകയാണ് കർത്താവിന്റെ കയ്യിൽ. ശക്തമായി പറഞ്ഞില്ല. കർത്താവ് സ്തോത്രം. കൊയ്ത്തേറെയുണ്ട്, വേലക്കാര് അർത്ഥം മനസ്സിലാക്കണമേ. അഭിഷേകം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന വേലക്കാര് ചുരുക്കമാണ്. സത്യവചനത്തെ യഥാർത്ഥമായി സംസാരിക്കുന്ന വേലക്കാരുടെ നടുവിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. ഇപ്രകാരം ഈ കാലത്ത് അല്പനിമിഷം ദൈവത്തിനും സംസാരിക്കാൻ അവസരം നൽകി ദൈവദാസരോട് പ്രത്യേകം ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ദൈവദാസന്മാരുടെ ദൈവദാസന്മാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ധാരാളം ധാരാളം ശുശ്രൂഷാ മേഖലകളെയും സഭകളെയും കുടുംബത്തെയും പ്രവർത്തന മേഖലകളെയും ശക്തമായി ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നന്ദി പാസ്റ്റർ. ഞാൻ ഈ ഗ്രാജുവേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആരെയാണ് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിക്കേണ്ടത് ചിന്തിച്ചപ്പോൾ ജോമൻ പാസ്റ്ററാണ് ഏറ്റവും യോഗ്യൻ എന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്ത വന്നു. കാരണം ഈ നാടുകളെല്ലാം നമുക്ക് ക്ലാസ് എടുക്കുവാൻ തക്കോണം തന്നെ ചർച്ച നമുക്ക് തുറന്നു വന്നു. ഏതൊരു കാര്യത്തിനും വിളിച്ചാലും തുറന്ന മനസ്സോടെ എല്ലാവരും ഒരു സ്വന്തം സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് സൗകര്യങ്ങൾ ചെയ്തിരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ കുറേ സമയം സംസാരിച്ചിരിക്കുകയും എൻ്റെ പ്ലാനുകളും എൻ്റെ സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയും എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾ ഇത്ര നാളുകൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. വളരെ നല്ലൊരു
കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വാങ്ങിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറിയ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വാങ്ങിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും യേശുവേ ആരാധമിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ ആരാധമിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ. പഞ്ചാരികായും മാറാത്ത വാഗ്ദത്തം ഏവർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എത്തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും പഞ്ചാരികായും മാറാത്ത വാഗ്ദത്തം ഏവർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എത്തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും യേശുവേ ആരാധമിത്രമേ യേശുവേ ഉയിരിന്റെ ഉയിരാണേ യേശുവേ
കരത്തിൽ എന്നെ വച്ചു. ഞാനൊരു വാദം മുൻപിൽ എന്നെ ചൊല്ലൂ. ആ ഉള്ളം കരത്തിൽ എന്നെ വച്ചു. ഉള്ളതുപോലറിഞ്ഞീടും ഉള്ളം കയ്യാൽ താങ്ങിയിടും ഉന്നതനം ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞീടും ഉള്ളം കയ്യാൽ താങ്ങിയിടും ഉന്നതനം ഉടയവനേ. യേശുവേ മാതാമിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാതാമിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാതാമിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. Praise the Lord. Thank you. മനോഹരമായ ഗാനം ഓർമ്മപ്പെടുത്തി സ്തുതിക്കുന്നു. നാം ഇപ്പോൾ തുടർന്ന് സർട്ടിഫിക്കറ്റ് നൽകുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പേരുകൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് മുൻപ് ഇതിൽ നിന്ന് മാറ്റണം. ഞാൻ പേരുകൾ വിളിക്കും. ജോമൻ പാസ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക. ഫോട്ടോ ഇടുന്നതുപോലെ വീഡിയോ ഫോട്ടോ എടുക്കാം. ജോമൻ പാസ്റ്റർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. അതോടൊപ്പം നിങ്ങളുടെ 2 പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് തരും. ഒന്ന് മഹാനിയോഗം സംബന്ധിച്ച ഒരു വലിയ പുസ്തകമാണ്. 2 അതേ ഇത് സാധ്യമാണ്. മഹാനിയോഗം പൂർണ്ണമായും സാധ്യമാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഫ്രാൻ കാർഡ് ഉണ്ട്. ഓരോരുത്തർക്കും 3 ഫ്രാൻ കാർഡ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കൊടുക്കാം. അത് പേരെഴുതി പ്രാർത്ഥിക്കുന്ന ഫ്രാൻ കാർഡാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഫ്രാൻ കാർഡ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 2 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ ഒരു സംഗ്രഹവും മഹാനിയോഗം പൂർത്തീകരിക്കുന്ന വഴികളും എല്ലാം പ്രേരിപ്പിക്കുന്ന 2 മനോഹരമായ പുസ്തകങ്ങളാണ്. ഇത് നിങ്ങൾ വായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം ശ്രദ്ധിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ ഫോട്ടോ എടുത്തെന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിങ്ങളുടെ സീറ്റുകളിൽ പോയിരിക്കുക. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം നിങ്ങൾ മുന്നിൽ നിരയായിട്ട് നിൽക്കും. ഞാൻ ജോമൻ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും മാറി മാറി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡെഡിക്കേഷൻ സോങ് പാടും. ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന കുറിച്ച് നോക്കിയിട്ടുള്ള ആ വരികളും ഒരു സ്റ്റാൻസിന് മാത്രം രീതിയിൽ പാടുകയും ചെയ്യും. ഇപ്പോൾ അൽബറ്റിക്കോടാണ് പേര് ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യം അന്നം സിജെ എഴുതിയ ജോമൻ പാസ്റ്റർ സർട്ടിഫിക്കറ്റ് നൽകും. ചെറിയ അച്ഛൻ സിസ്റ്റർ ഡേസി ചെറിയ അച്ഛൻ.
തോമസ് വിപിൻ സേവി. ഈ പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. ഇതിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയ എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കണം. അതിനുശേഷം സർട്ടിഫിക്കറ്റ് കൈ പിടിക്കണേ, നിരന്ന് നിൽക്കണം. അതിനുശേഷം കൈ പിടിച്ചു അതിനുശേഷം നിങ്ങൾ ചേർന്ന് കോറസ് പാടുക. പാടിയതിനു ശേഷം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാൾ സ്റ്റെപ്പിന് മുകളിൽ കയറുന്നു. Terus masalah itu, jangan terlalu tahu. Ya, jadi. Iya, tapi. Ada pembuat apa? നിങ്ങൾ ചേർന്ന് ഒരു ഗാനം പാടുക. ഒരു വീഡിയോ ഇടുന്നത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാതെ ആത്മാവിനായി യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ ഓരോരുത്തർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീറ്റുകളിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുന്നവർക്ക് സീറ്റുകളിലേക്ക് പോകും. ദൈവമേ, സ്തുതിപിതാവേ, സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാവിത്രി അന്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരി ദൈവം ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ലോകം മുഴുവൻ അങ്ങ് ഉയർത്തുവാൻ കർത്താവേ, പുതുശക്തിയാലും പുതിയ നിറവിനാലും ആത്മാവിന്റെ ശക്തീകരണത്താൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ. കൃപാവരങ്ങൾ നൽകുമാറാകണമേ. കർത്താവേ, ഒരാളോട് സുവിശേഷം പറയുമ്പോൾ പറയേണ്ട
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ അനുഗ്രഹിച്ചു കർത്താവേ, വളരെ പ്രയോജനപ്പെടുക. ഇതാണെങ്കിൽ മകളുടെയും പഠിച്ചൊക്കെയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് നേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് വേണ്ട കൃപകൾ സമയാസമയം ഈ മകൾക്ക് ദൈവം നൽകണം. യേശുവിൻ നാമത്തിൽ സ്തോത്രം. കരുണ്യവാനും കൃപനിറഞ്ഞവനുമായ ദാസിക്കാൻ പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ മരീചിയൊരു പുലിയെ വരണ്ട ദിനം നീരോഗിയായി മാറുന്നതാണ്. ഈ രാജ്യത്തിന് ശേഷം ദൈവമേ മകളുമായി ഇടപെടുന്നവർ ക്രിസ്തുവിനെ കണ്ടെത്തുക, നല്ല ഫലമുള്ളവരായി മാറുക. മകളുടെ പേരും ദൈവത്തിന്റെ അത്യന്ത ദൈവം പറയുന്നു. ഈ കാലഘട്ടത്തിൽ ശക്തമായ ദൈവം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദാസിയെ അനുഗ്രഹിച്ചു അനുഗ്രഹമായി സ്വർഗ്ഗപിതാവേ, വാഴ്ചിക്കുന്നു, നമ്മോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അന്നം CJ സഹോദരിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നമ്മുടെ ദാസിയുടെ മേൽ വെക്കണമേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരി അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. അനേകർക്ക് അനുഗ്രഹമായി ധാരാളം ഫലം കാഴ്ച ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായി തീരട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ എല്ലായിടത്തും ഉയർത്തുവാൻ തനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും കർത്താവെ ഉയർത്തുവാൻ തക്കോണം പുതിയ ശക്തിയാലും പുതിയ ആത്മനിറവിനാലും കർത്താവ് നിറയ്ക്കുമാറാകണമേ. കൃപാവരങ്ങളാൽ അലങ്കരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിഥോളം ധീരതയോടെ നിൽക്കുവാൻ ശക്തി നൽകുമാറാകണമേ. ശരീരത്തെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ദാസിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, ഗ്രാജുവേഷൻ സർവീസിന് ശേഷം എന്റെ ദാസിയെ കാണുന്നവർ ക്രിസ്തുവിനെ കാണും, എന്റെ ദാസിയെ അറിയുന്നവർ ക്രിസ്തുവിനെ അറിയും. കർത്താവ് കൂടുതൽ കൃപ ചെയ്യുക, പകർന്നിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട സഭയിലും ശുശ്രൂഷിക്കുന്ന മേഖലകളിലൊക്കെ വളരെ ചുമടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവ് തീർക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ചവയോട് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ദാസിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഒരനുഗ്രഹമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗ്ഗപിതാവേ, പ്രിയപ്പെട്ട ചെറിയാച്ചൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മുടെ ദാസൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് വേറെ മുഖത്തേക്ക് വന്നു അനേകർക്ക് അനുഗ്രഹമായി അനേകർക്ക് വെളിച്ചമായി ഇന്നൊരു ദൈവമുന്നിലായി സ്തോത്രം കർത്താവേ. ഇന്ന് കർത്താവേ ജീവന്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാങ്ങുമ്പോൾ ഒരു അവാർഡ് അദ്ദേഹം വാങ്ങുമ്പോൾ കർത്താവ് ഒരു പുതിയ നിറവിനാൽ പുതിയ ശക്തിയാൽ പുതിയ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ശക്തി പുതിയ കൃപ നമ്മുടെ ദാസനെ പകരണമേ കർത്താവേ. മുൻമഴയും പിന്മഴയും നൽകി അനുഗ്രഹിക്കുന്ന ദൈവം ഹല്ലേലൂയ. ശുശ്രൂഷയുടെ സഫലമായ വാതിലുകൾ തന്റെ മുമ്പിൽ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണ ശുശ്രൂഷ ചെയ്യുവാൻ പോകണം കർത്താവേ. ഈ കാലത്ത് കർത്താവേ, ഈ ആധുനിക യുഗത്തിൽ ഹല്ലേലൂയ അനേകർക്ക് ഫലപ്രദമാകുന്ന ഫലങ്ങൾ ഉളവാക്കുന്ന രീതിയിൽ കർത്താവ് അസാധാരണ ശുശ്രൂഷകൾ നിങ്ങളുടെ ദാസനോട് പുറത്തു വരുമാറാകട്ടെ. പുതിയ കൃപകളാൽ ദൈവം നിറയ്ക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ദാസനത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുറിവേറ്റ കരം ഞങ്ങളുടെ ദാസനതയും നിലനിർത്താമേ. ഈ ഗ്രാജുവേഷന് ശേഷം കർത്താവേ, ഞങ്ങളുടെ ദാസന്റെ വാക്കുകളിലൂടെ ശുശ്രൂഷയുടെ പെരുമാറ്റങ്ങളിലൂടെയൊക്കെ ക്രിസ്തുവിന്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുവാൻ ദൈവം കൃപ ചെയ്യും. ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു. അവനെ രോഗനിധി എന്ന വ്യക്തമായ ബോധ്യത്തോടെ ശുശ്രൂഷിച്ച കൂടുതൽ കൃപ ദൈവം നൽകണമേ. കുടുംബമായി ദൈവം ആയിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ മകളുടെ അനുഗ്രഹമായി മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവേ, ശ്രീ ജേഷ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കർത്താവാണ് അദ്ദേഹത്തെ വേലയ്ക്ക് വിളിച്ചത്. ദൈവമാണ് കൃപ നൽകുന്നത്, അങ്ങാണ് ശക്തീകരിക്കുന്നത്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് പുതിയ നിറവിനാലും കർത്താവ് പുതിയ അഭിഷേകത്താലും കടദാസനെ കർത്താവ് ശക്തി അയച്ച് കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശുശ്രൂഷയുടെ കർത്താവ് സഫലമായ വാതിലുകൾ തന്റെ മക്കൾ തുറക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. മറ്റുള്ളവർ ചെയ്യുന്നതിലുപരിയായ ചില പുതിയ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദൈവരാജ്യ മഹത്വത്തിനായി യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി ചെയ്തു പോവാൻ ദാസനെ കൃപ നൽകുമാറാകണമേ. തന്റെ ടാലന്റുകളെ ജ്വലിപ്പിക്കുവാൻ അല്ലെങ്കിൽ നാളുകളിൽ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനേകർക്ക് അനുഗ്രഹമായി ദാസൻ മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നൽകുന്നു. സമ്പന്നരായ ദാസനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ശക്തി ലഭിച്ചു എന്റെ സാക്ഷികളാകുവാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവേ മകൻ കടന്നിരുന്ന എല്ലായിടങ്ങളിലും ക്രിസ്തുവിനെ നല്ലൊരു സാക്ഷിയായി കർത്താവ് തീർക്കേണ്ടതിനും തിരുത്തുന്നതിനുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ വിശ്വസതയോടുകൂടെ മുമ്പോട്ട് കുതിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്ന കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദൈവോചന പ്രകാരമുള്ള അനുഗ്രഹങ്ങളും ഈ മകന്റെ പേരിൽ വ്യാപരിക്കട്ടെ, ശുശ്രൂഷകളിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എം.ജെ. രാജീവ് എന്ന ഈ ദേവദാസനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ദൈവമേ, ദൈവവചനം പഠിച്ചു കർത്താവേ ഇത്രത്തോളം അങ്ങയുടെ സാക്ഷിയാകുവാൻ ദൈവം സഹായിച്ചു. ഈ ഗ്രാജുവേഷൻ സർവീസിൽ ഒരു പുതിയ നിറവും കർത്താവേ ഒരു പുതിയ ആത്മശക്തിയുടെ അളവ് ദൈവം ദാസനെ പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം അയക്കുന്നിടത്തെല്ലാം നമ്മുടെ നാമത്തെ ഉയർത്തുവാൻ അനേകർക്ക് ആശ്വാസം പകർന്നു നൽകുന്ന, അനേകർക്ക് ധൈര്യം പകർന്നു നൽകുന്ന കർത്താവ്, തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന, നിരാശപ്പെട്ടവർക്ക് ഊർജം നൽകുന്ന ഒരു പുതു ശുശ്രൂഷ നമ്മുടെ ദാസന്റെ മേലെ അത് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ചിലരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഹല്ലേലൂയ കർത്താവെ ഒരു ശുശ്രൂഷയുടെ കർത്താവെ ദൈവമേ ഒരു പുതുക്കം നമ്മുടെ ദാസൻ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സഭയ്ക്ക് ഒരു അനുഗ്രഹമാകട്ടെ, സമൂഹത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, നിങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഈ ഗ്രാജുവേഷൻ സർവീസിന് ശേഷം സുവിശേഷത്തിന്റെ ഒരഗ്നിഗോളമായി ദാസന്മാരുടെ കർത്താവേ സുവിശേഷത്തിലേക്ക് കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതുപോലെ അത് സംഭവിക്കുന്ന കർത്താവേ ഉദാരമനാഥന വലിയൊരു കൊയ്ത്ത് കർത്താവിന് മുമ്പിലുണ്ടല്ലോ. മണിക്കൂടാതെ കൊയ്യുവാൻ വേണ്ട അഭിഷേകം ഞങ്ങളുടെ കൃത്യതയും പകരുന്നതിനായി പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വേണ്ടുവാൻ ഈ 2026 പരിശുദ്ധാത്മ പറയുക വലിയൊരു കൂട്ടം പുറത്തു വരാൻ പോകുകയാണ്. ഉദാഹരണങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. പിതാവേ, പ്രിയപ്പെട്ട ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ പ്രിയ മകന്റെ മേൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ആഴങ്ങൾ അത് കൃത്യമായി അനേകം പഠിപ്പിക്കുവാനുള്ള കർത്താവെ തനിക്ക് ദൈവം നൽകിയ കൃപ ജ്വലിപ്പിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവവചനം ഇഴകേറി പഠിച്ച് കർത്താവ് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകി അതിന്റെ ആ സത്യവും കർത്താവ് അതിന്റെ ശക്തിയും കർത്താവ് അത് നൽകുന്ന രൂപാന്തരവും അനേകം വരുത്തുന്നത് കാണുവാൻ, അനേകം ഫലങ്ങൾ കാണുവാൻ
കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വേലയിൽ അങ്ങേൽപ്പിച്ച ദൗത്യങ്ങളിൽ ശുശ്രൂഷകളിൽ വലിയ വർദ്ധനമുണ്ടാകട്ടെ. തിരുവചനം ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്നതിനെ അനുഗ്രഹിക്കണം. നമ്മുടെ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിലും ദൈവസഭകൾക്കും ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ നാളുകളിൽ കർത്താവെ അങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അവരിലേക്ക് നോക്കിയവർ പ്രകാശിച്ചത് അവരുടെ മുഖപോലെ ചുറ്റുപോയിരുന്നില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് പ്രാപിച്ച ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുക. പ്രത്യേകതയും ബന്ധപ്പെടുത്തണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്തുതിപിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരിക്കൽ കൂടി നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് യേശുവിനെ പോലെ ജീവിക്കുവാൻ, യേശുവിന്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളിന്ന് കേട്ടതുപോലെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിലൂടെ അനേകം യേശുവിനെ കണ്ടെത്തട്ടെ. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവർ വചനം അനേകം പകുത്തു കൊടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവരിലൂടെ യേശു പ്രസിദ്ധമാകട്ടെ, യേശു മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അനേകരെ നേടുവാൻ, ത്യാഗങ്ങൾ സഹിക്കുവാൻ, ഹല്ലേലൂയ കർത്താവേ, യേശുവിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. അന്ത്യത്തോളം ശക്തരായ ശിഷ്യരാകുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, ആരെങ്കിലും ഊതിയാൽ കെട്ടുപോകുന്ന ഒരു മെഴുകുതിരി പിടിച്ച് മാറുവാനല്ല, ഊതും തോറും ആളിപ്പത്തുന്ന തീപുണ്ഡങ്ങളായി ശോഭിക്കുവാൻ ദൈവം സഹായിക്കുവാനാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത മറ്റുള്ളവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ ചെറിയ വരികയും എല്ലാവർക്കും അറിയിക്കും. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പഠിപ്പാൻ ദൈവമേ സഹായിച്ചു. എന്നെ പ്രത്യേകമായി ബുദ്ധിയിരിപ്പാണ് ദൈവമെ സഹായിച്ചു. അതുപോലെ ആരംഭത്തിലുണ്ടായിരുന്ന പലരും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കാൻ പക്ഷേ കർത്താവിനെ എത്രത്തോളം ചെയ്യുന്നതായി ബുദ്ധിയിരിപ്പാൻ ദൈവമേ കൃപയ്ക്ക് സകല മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. കാരണം എല്ലാ മഹത്വത്തിനും എല്ലാ നന്ദിക്കായിട്ടും ആദ്യം നമ്മുടെ ദൈവത്തിന് അർപ്പിക്കട്ടെ. കാരണം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്, യാത്രാ സൗകര്യത്തിന്, പഠിപ്പാൻ തന്ന ദൈവകൃപയ്ക്കൊക്കെ നാം സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിനെ സഹായിച്ചു. ദൈവമേ ബലപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അതിനോട് ചേർന്ന് തിരുവഴുത്തുകൊണ്ട് പറയുന്നു, നന്ദിയുള്ളവരായിരിക്കും പറയുമ്പോൾ നമുക്ക് ഒത്തിരി നന്ദി പറയാനുള്ള പ്രിയ വർഷോടാണ്. ഞാൻ അദ്ദേഹം കോഴിക്കോട് താമസിച്ച് ഈ വയനാട്ടിൽ ഓരോ മാസവും ഓരോ ക്ലാസ്സിന് വേണ്ടി അദ്ദേഹം ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്തവിടെ വന്ന് നമ്മളെ പഠിപ്പിച്ച പ്രിയ വർഷോടുള്ള നന്ദിയെ പ്രിയ കർത്തദാസന്മാരുടെ പേരിൽ അറിയിക്കുന്നു. കർത്തദാസനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്മകളും ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ പ്രിയ ജോബ് പാസോടുള്ള നന്ദി അനുസരിച്ച് അറിയിക്കുന്ന അദ്ദേഹത്തോടും ധാരാളം കടപ്പെട്ടിരിക്കുന്നത് ഒരു കർത്തദാസനാണ്. നമ്മള് ടൗണിലായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ചർച്ചയിലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പഠനത്തിനായി കടന്നു വന്നത്. അതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തന്നു. അതിനുശേഷം ഗ്രാജുവേഷൻ സർവീസ് അദ്ദേഹത്തിന്റെ പുതിയ ഈ ആരാധനാലയത്തിൽ നമുക്ക് ഗ്രാജുവേഷൻ സർവീസിൽ കൂടി വരാൻ ദൈവത്തെ സഹായിച്ചു. വിശേഷിച്ച് ശക്തമായ ദൈവവചനം പങ്കുവയ്ക്കൽ കർത്താവിനെ കേൾപ്പാൻ ദൈവത്തെ സഹായിച്ചു. പ്രിയകർത്താവിനോട് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അതുപോലെ ടീമിനോട് ഓപ്പറേഷൻ അഗാമ ടീമിനോടുള്ള നന്ദി. കാരണം അവരാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം നമുക്ക് ചെയ്തത്. ടീമിനോടുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നവരെ ഇത്തരത്തിലുള്ള ക്രമീകരണം വയനാട്ടിൽ നമുക്ക് വേണ്ടി ക്രമീകരിച്ചു. അതിനുള്ള മറ്റ് അനുബന്ധമായ ഭക്ഷണ ക്രമീകരണങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ചെയ്തു. മറ്റ് ഒത്തിരി കാര്യങ്ങൾ നോട്ടുകൾ തന്നതിനാൽ ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അതിനോട് ചേർന്ന് അവർ ചെയ്തു തന്നു. ജീവനോടുള്ള ടീമിനോടുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുകയും അതുപോലെ തീരുമാനം പഠിക്കാൻ വന്ന നിങ്ങളെല്ലാവരോടും പ്രത്യേകമായ നന്ദി പറയുന്നു. ഒത്തിരി തിരക്കിന്റെ നടുവിൽ, ഒത്തിരി ബാധ്യതകളൊക്കെ നടുവിൽ സമയം കണ്ടെത്തി
വിജയകരമായി പൂർത്തീകരിച്ച് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കും. ഇന്ന് ചേർന്ന് കിടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താസിമാര് മറ്റു പ്രിയപ്പെട്ടവരെല്ലാവരെയും പ്രത്യേകമായി എന്ന് പറയുന്നു. ദൈവത്തിന് വലിയ നന്മകൾ, വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമ്മൾ മാറട്ടെ. എല്ലാവരെയും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് രാജ്യത്തിന് വേണ്ടി പിന്നാളുകളിൽ ശക്തിയോടെ നിൽപ്പാൻ, അനേകം കർത്താവിനെ നേടുവാൻ ദൈവത്തെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അറിയിപ്പുകൾ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ കോഴ്സ് 3 വർഷത്തെ കോഴ്സാണ്. സത്യത്തിൽ 1 വർഷമാണ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാജുവേഷൻ ചെറിയ രീതിയിൽ നടത്തിയത്. 3-ാം വർഷം നമുക്ക് ഉപ്പായൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ശരിക്കും ഗ്രാജുവേഷനായിട്ട് നടത്തിയത്. ഫസ്റ്റ് ഇയറിന്റെ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ലഘുവായിട്ട് നടത്തിയത്. അടുത്ത വർഷം തുടരുന്നുണ്ട്. മാർച്ച് 9-ാം തീയതി അതിന്റെ ഒരു മീറ്റിംഗ് കോഴിക്കോട് വെച്ച് ലീഡേഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ അതിനുശേഷമായിരിക്കും സെക്കൻഡ് ഇയറിന്റെ കാര്യങ്ങളെ കുറിച്ച് തീരുമാനം വരുന്നത്. മാർച്ച് 9-ന് ശേഷം മീറ്റിംഗിന് ശേഷം ഇവരെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകരുത്. ഈ ഗ്രൂപ്പ് ചീട്ടൻ ബത്തേരിയിലുള്ള ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവണം. സെക്കൻഡ് ഇയറിനെ കുറിച്ച് മാർച്ച് 9-ന് ശേഷം വിവരങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ ഈ ഓപ്പറേഷൻ അഗപ്പയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജോൺ നോക്സ് എന്നും മറ്റൊരു ജീട്ടൻ എന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ജോൺ നോക്സ് എന്ന് പറയുന്നത് സർവേ നടത്തുക, അതായത് എവിടെയൊക്കെ ചർച്ചയില്ല, എവിടെയൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സർവേ നടത്തുന്ന ഒരു വിഭാഗം. അതിനോടൊപ്പം തന്നെ എൻവിഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മളെ കണ്ട മഹാനിയോഗം, സർവേ, ഫ്രാങ്ക് കാർഡുകൾ കൊടുക്കുക, അഡോപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊരു വിഭാഗമായിട്ടും. രണ്ടാമത്തെ വിഭാഗം ജീട്ടൻ നമ്മൾ പഠിച്ച ഈ കോഴ്സ് സിമിൻ, ഡിമിൻ, ബിബി, 1-ാം വർഷം 2-ാം വർഷം അത് വേറെ 2 വിഭാഗമായിട്ട് ആണ് ഈ വർഷം മുതൽ പോകുന്നത്. അപ്പൊ ഞാന് ജോൺ നോക്സ് എന്ന വിഭാഗത്തിലാണ്. അതായത് ഈ സർവേ നടത്തുക, അതുപോലെ അഡ്മിഷനുകൾ നടത്തുക, ഓരോ സ്ഥലങ്ങളിൽ കൊടുത്ത് മഹാമുഖത്ത് ക്ലാസ് കൊടുക്കുക. ജീട്ടൻ എന്ന വിഭാഗം ഇനി മുതൽ ജോണി പാസ്റ്റായിരിക്കും നിർവഹിക്കും. ജോണി പാസ്റ്റ് അറിയാമല്ലോ, നിങ്ങൾ ഇന്റർവ്യൂ വിളിച്ച് ജോണി പാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ജീട്ടനിന്റെ ഉത്തരവാദിത്വം. എനിക്ക് ജോൺ നോക്സിന്റെ എന്ന് പറഞ്ഞാൽ 8 ജില്ലകളുടെ ഉത്തരവാദിത്തമാണ്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള 8 ജില്ലകളുടെ ഉത്തരവാദിത്തം ജോൺ നോക്സിന്റെ ഉത്തരവാദിത്തമാണ് എന്നെ ജീട്ടനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ 8 ജില്ലകളുടെ ഉത്തരവാദിത്തം അതായ 8 ജില്ലകളുടെ ഉത്തരവാദിത്തം ജോണി പാസിനെ ജീട്ടനിന്റെ ഉത്തരവാദിത്തം. അപ്പോ ഇനിയുള്ള നാളുകളിൽ ഇപ്പോ ജോണി പാസ് ആയിരിക്കാം എന്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഹകരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുവരയ്ക്ക് എങ്ങനെയാണ് ചെയ്തെന്ന് അറിയിക്കാം. മാർച്ച് 9-ന് ശേഷമേ ആ കാര്യങ്ങളിലേക്ക് വരികയുള്ളൂ. എന്തായാലും ക്ലാസ് കൊണ്ടിരുന്നതാണ്. വയനാട്ടിൽ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ മാനന്തവാടിയിൽ കൽപ്പറ്റയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മാനന്തവാടിയിൽ ഇപ്പോൾ ക്ലാസ് തുടരുന്നുണ്ട്. അതായത് മാനന്തവാടിയിൽ വീട്ടിച്ചാൽ എന്ന സ്ഥലത്ത് അശോകൻ എന്ന പാസ് ആ പാസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് സെക്കൻഡ് ഇയർ ഒറ്റ ക്ലാസ് എവിടെയെങ്കിലും ഒറ്റ ക്ലാസ് വയനാട്ടിൽ മൊത്തം ഒറ്റ ക്ലാസ് പുതുതായിട്ട് ചേരേണ്ടവർക്ക് ചേരുമ്പോൾ ടീമിൽ പഠിക്കാത്തവർക്കും ഈ ക്ലാസ്സിൽ ചെല്ലാവുന്നതാണ്. ഓക്കെ, അക്കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നു. മാർച്ച് 9-ന് ശേഷം വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് വ്യക്തമാകരുതെന്ന് തുടങ്ങിയ സമയത്ത് ആരംഭിച്ചത് ചർച്ച വെച്ചു. അപ്പം ചിലർ പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്നുണ്ടെന്ന്. അപ്പം നമുക്കൊന്നും അന്ന് ആക്ച്വലി ആളുകളായിരുന്നു കൂടുതൽ ആദ്യം പഠിക്കാൻ. ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഇത്രയും പേര്. പക്ഷെ ഇപ്പം ഗ്രാജുവേറ്റ് ചെയ്തപ്പം 2 പേരെ എന്ത് ചെയ്യുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളത് ഒന്ന് വിപിനും ഒന്ന് ടോമിയെ, 2 പേരെ ഇപ്പം എന്ത് ചെയ്യുന്നുള്ളൂ. അത് ഇതുപോലെ തന്നെ എനിക്ക് ഓട്ടം തികയ്ക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഷിബിനും ഒക്കെ ഓർഗനൈക്കാൻ ഷിബിനും കാര്യത്തിലൊക്കെ അത് പൂർത്തീകരിക്കാൻ ഒരു സന്തോഷമുണ്ട്. അതൊരു ഭാഷ മുതലേ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി വന്നതും സ്നേഹം അറിയിക്കുകയാണ്. നമുക്ക് നിങ്ങളുടെ ഞാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ശ്രദ്ധയിലാണ് കഴിഞ്ഞ 1 വർഷക്കാലം ദൈവജനം പഠിക്കുവാൻ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ദൈവകൃപ ചെയ്തല്ലോ. നന്ദിയപ്പ.
കർത്താവെ ഇന്ന് ഒരു വർഷത്തെ ആ പഠനം പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് ദൈവം കഴിയുന്നു. ഇനിയും ഇതിനുള്ള ബന്ധത്തിൽ തുടർ പഠനമുള്ളത് കേൾപ്പാൻ കർത്താവ് കഴിയുന്നു. വിശുദ്ധരെ അധികത്തിന് വിചാരകരാക്കുമെന്ന് തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ ദൈവവചനം പഠിക്കുവാനും കർത്താവിനെ തുറന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെതായ എല്ലാ ക്രമീകരണങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബൈബിൾ കോളേജിൽ ഇപ്രകാരം ദൈവത്തിനെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇതിന്റെ കർത്താവെ മുന്നേറി നിൽക്കുന്ന ദൈവദാസന്മാരുണ്ട്. കർത്താവിന്റെ നേതൃത്വമുണ്ട്. അവരെല്ലാം ഞങ്ങൾ വിശ്വാസ കണ്ടാൽ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. സകലവിധ അനുഗ്രഹങ്ങളും അവരുടെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടാകട്ടെ കർത്താവെ. ഇന്ന് പകലും കർത്താവെ പിരിയ ബന്ധമാണല്ലോ ദൈവം ഞങ്ങൾക്ക് അംഗീകരിക്കുന്നത്. കർത്താവെ ഇനി കാണുമ്പോൾ വലിയ ദൈവ പ്രവൃത്തികൾ ഞങ്ങളിലൂടെ ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുവാൻ അനേകർക്ക് എല്ലാ ഭാഗ്യം നൽകണം. പ്രത്യേക പശുവോർത്ത് പ്രാർത്ഥിക്കുന്നു. കടദാസനെയും ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ ഒരാണ്ട് പഠിപ്പിക്കുവാൻ മടികൂടാതെ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് പഠിപ്പിക്കുവാൻ അങ്ങനെ വൃത്തിയിലേക്ക് ദൈവം അഭിഷേകം ചെയ്യുന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്യുമല്ലോ. കർത്താവിനെ മടക്കയാത്രയിൽ കൂടിയിരിക്കണം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് അവിടുത്തെ കൃപയാണ്, അവിടുത്തെ വചനത്താൽ, അവിടുത്തെ സന്തോഷത്താൽ ഞങ്ങൾ എല്ലാവരും പറയണം. അങ്ങനെ ഞങ്ങളുടെ വാക്കുകൾ കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ തിരുനാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം പ്രാർത്ഥിച്ച വിഷയത്തോടും വിശ്വസിയാൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ദൈവദാസന്മാരോടും ദൈവദാസന്മാരോടുകൂടി തുടർന്ന് നടക്കുന്ന ഓരോ ശുശ്രൂഷകളോടുകൂടി ഇപ്പോഴും എപ്പോഴും എല്ലാ സമയങ്ങളിലും ഉണ്ടായിരിക്കുന്നതാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി മഹത്വം കയറ്റാം. Okay, God bless you.